തെലങ്കാനയുടെ സ്റ്റേറ്റ് സിംബലിൽ കാണുന്ന ഈ വലിയ മതിൽ എവിടാന്നൊന്ന് പോയി നോക്കിയാലോ. ഇതാണ് കക്കാത്തിയ കലാതോരണം. ഇതാണ് ആ സ്റ്റേറ്റ് സിംബലിൽ കാണുന്ന മതിൽ. വാരങ്കൽ ഫോർട്ടിലോടുള്ള എൻ്റെ യാത്രകൾ തുടരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഗേറ്റ് ഒരു ഫോർട്ടിൻ്റെ പാർട്ടല്ല, ഇതൊരു അമ്പല കോംപ്ലക്സിൻ്റെ ചുറ്റുമതിലിൻ്റെ ഗേറ്റായിട്ടാണ് പറയപ്പെടുന്നത്. ഇതിന് 33 അടിയോളം പൊക്കമുണ്ട്. സിംഗിളായിട്ടുള്ള ഗ്രാനൈറ്റിൽ കൊത്തുപണിയോടെ ചെയ്തു തീർത്തതാണെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും ഒരു ഡൗട്ട് തോന്നി. ഇത്രയും പൊക്കത്തിൽ ഇത്രയും ഭാരമുള്ള കല്ല് പണ്ടത്തെ 12ാം നൂറ്റാണ്ടിലെ ടെക്നോളജി ഉപയോഗിച്ച് എങ്ങനെ അവർ മുകളിൽ എത്തിച്ചിട്ടുണ്ടാവും? എൻ്റെ റിസർച്ചിൽ ഞാൻ കണ്ടത് പണ്ട് ഹാർബർ ക്രെയിൻസ് പോലുള്ള എക്യുപ്മെൻറ്റ്സ് അവൈലബിൾ ആയിരുന്നു. ഓക്കെ, അത് ഓക്കെയാണ്, സമ്മതിച്ചു. അന്നത്തെ ടെക്നോളജി വെച്ച് അവരത് മുകളിലോട്ട് കയറ്റിയിട്ടുണ്ടാവാം. പക്ഷേ ഇതൊരു ടെമ്പിൾ കോംപ്ലക്സ് ആണെന്നാണ് പറയപ്പെടുന്നത്. ഒരു ടെമ്പിളിൻ്റെ ചുറ്റുമതിലിന് എന്തിനാണ് 33 അടി പൊക്കമുള്ളൊരു ഗേറ്റ്? അത് ആനയോ കുതിരയോ അങ്ങനെയുള്ളതിനൊക്കെ കയറാനാണെങ്കിലും മാക്സിമം 10 അടി 12 അടിയൊക്കെ തന്നെ ഇനഫാണ്. അപ്പോൾ ഈ 33 അടി മുകളിലോട്ട് ഇത്രയും ഭാരമുള്ള കല്ല്, അഡ്വാൻസ് ടെക്നോളജി പോലും ഇല്ലാതിരുന്ന കാലത്ത് അവരിത്രയും പരിശ്രമിച്ച് ഇതിൻ്റെ മുകളിൽ എത്തിച്ചിട്ടുള്ളത് എന്തിനാവാം? എൻ്റെ തോളോളം പൊക്കം വരുന്നൊരു ബേസാണ് ഈ ഗേറ്റ് വേക്കുള്ളത്. അത് കടന്ന സ്വാഭാവികമായിട്ടും മനുഷ്യരെങ്ങനെയായിരിക്കും ഈ ഗേറ്റ് വേ കടന്നതിനുള്ളിൽ എത്തിയിട്ടുണ്ടാവുക എന്നുള്ളതും എനിക്ക് വലിയൊരു ഡൗട്ടാണ്. ഇത് വാറൊക്കെ നടന്ന സമയത്ത് ഡിസ്ട്രോയ് ചെയ്യാൻ ശ്രമിച്ചേക്കുന്നതിൻ്റെ പാട് നമുക്ക് കാണാം. എന്നിട്ട് പോലും അവർക്കിതൊന്നും ഡിസ്ട്രോയ് ചെയ്യാൻ പോലും പറ്റിയില്ല. ഇതിലൊരു സിമൻറ്റ് പോലും യൂസ് ചെയ്തിട്ടില്ല, എന്നിട്ടും അവർക്കത് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റിയില്ല. ഇനി എൻ്റെ ഫോട്ടോയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് മനസ്സിലാവും. എന്നാലും വല്ലാത്ത ക്യൂരിയോസിറ്റി തന്നെ. ഇതൊക്കെ കാണുമ്പോൾ പണ്ടത്തെ ആർട്ടിസൻസിൻ്റെ ക്രാഫ്റ്റ്മാൻഷിപ്പിനെ അപ്രിഷ്യേറ്റ് ചെയ്തേ പറ്റൂ. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. യാത്രകൾ തുടരുന്നു.